കഠിനംകുളത്ത ആതിര എന്ന യുവതിയെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ജോൺസൺ തൻ്റെ വീട്ടിലേക്ക് നേരിട്ടെത്തിയതിൻ്റെ ഒരു നടുക്കത്തിൽ നിന്ന് ഇപ്പോഴും കോട്ടയം കുറിച്ചി സ്വദേശിയായ രാധാകൃഷ്ണൻ മുക്തനായിട്ടില്ല. ഇദ്ദേഹത്തെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹോം നേഴ്സായി ഏതാണ്ട് ഒരു മാസക്കാലത്തോളം ജോൺസൺ ഈ വീട്ടിൽ താമസിച്ചത്. ഇവിടെ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അയാൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. പിന്നീട് ഈ കൊലപാതകത്തിന് ശേഷം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി കുറിച്ചിയിലുള്ള ഈ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഇവിടെ എത്തിയതിനു ശേഷം ഇവർക്ക് സംശയം തോന്നുകയും ഈ വീട്ടുകാർ പോലീസിനെ അറിയിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ പ്രതിയെ ഇപ്പോൾ പോലീസ് ഇന്നലെ തന്നെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ താങ്കളെ നോക്കാനാണ് ഇയാൾ ഇവിടെ ആദ്യം വന്നു നിന്നത് അല്ലേ? അതെ അതെ, എന്നെ നോക്കാൻ വന്ന ഒരു മാസക്കാലത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു മാസക്കാലത്തോളം ഉണ്ടായിരുന്നു. ഈ മാസം 7-ാം തീയതി വീട്ടിൽ പോകുമെന്ന് പറഞ്ഞാൽ പോയത്. പിന്നെ വന്നിട്ടുമില്ല. 7-ാം തീയതി വീട്ടിലേക്ക് പോയതാ. പിന്നെ ഇന്നലെ 3 മണിയായപ്പോൾ വന്നത്. പിന്നെ വന്നേയില്ല, ഫോൺ വിളിച്ചൊന്നും എടുക്കത്തുമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പിന്നെ ഇന്നലെ 3 മണിയായപ്പം ആള് ഇവിടെ വന്നു. വന്നപ്പോൾ നമ്മൾ TV ചാനലിനകത്തൊക്കെ കണ്ടിട്ടിപ്പോൾ ആൾ ഇത് തന്നെയാണെന്നുള്ളൊരു നമുക്ക് ഇയാൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ രാവിലെ തന്നെ മാധ്യമങ്ങൾ ഇയാളുടെ ഫോട്ടോ കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് സംശയം തോന്നിയായിരുന്നു. അന്നേരം അവിടുത്തെ ആ ചേട്ടൻ കൊണ്ട് തന്നെ മൊബൈലിൽ കാണിച്ചായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ ധൈര്യമായിട്ട് പറഞ്ഞു ഈ ആള് തന്നെയാണ് പറഞ്ഞു, ഇവിടെ നിന്ന് ആള് തന്നെയാകാം. അന്നേരം ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞ് രാവിലെ എല്ലാം അങ്ങോട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കറക്റ്റ് 3 മണിയാകുമ്പം കയറി വന്നത്. ഞാൻ പിന്നെ മോളെ വിളിച്ച് പറയും, മോളെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന ആള് വന്നിട്ടുണ്ട് മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചിന് പേടി, ഇങ്ങനെ വല്ലതും TV കൊടുക്കുമെന്നറിയാം. അപ്പം അച്ഛൻ ഒന്ന് വീണ് ഇടുപ്പല്ല് പൊട്ടി സർജറി ചെയ്തിട്ട് ഇരിക്കുമായിരുന്നു. അന്നായപ്പോഴത്തേക്കും ഞങ്ങൾ ഏജൻസി എന്ന് പറഞ്ഞ പെരുന്നേരം ഏജൻസി വിളിച്ചു പറഞ്ഞു. നമ്മൾ പറഞ്ഞ പൈസയും കൊടുത്തു. പിറ്റേ ദിവസം ആൾ വരികയും ചെയ്തു. ഡിസംബർ 8-ാം തീയതി വന്നേ. പക്ഷേ വന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു വ്യക്തി, മോശമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു മാസം ഉണ്ടായിരുന്നു ഇവിടെ. ജനുവരി 7-ാം തീയതി വരെ ഉണ്ടായിരുന്നു. കറക്റ്റ് ഒരു മാസം അച്ഛൻ്റെ കൂടെ ഇവിടെ താമസിച്ചു. അച്ഛൻ്റെ കൂടെ ഇവിടെ തന്നെ താമസിച്ചു. ഫുഡൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് കൊടുത്തോണ്ടിരുന്നത്. അപ്പം അച്ഛന് മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ 7-ാം തീയതി പോയി. കരാറ് കഴിഞ്ഞു, ഒരു മാസത്തേക്കായിരുന്നു വിളിച്ച്. കരാറ് കഴിഞ്ഞു, പുള്ളി പോയി. പിന്നെ 9-ാം തീയതി വരെ എൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെയുണ്ട്, അന്നപ്പോഴത്തേക്ക് ഞാൻ വന്നെടുത്തോളാം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് പുള്ളി പോവുകയും ചെയ്തു. പിന്നെ വന്നില്ല, ഡ്രസ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അച്ഛൻ ഇടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു, ഡ്രസ്സ് കൊണ്ടുപോകാൻ വേണ്ടി വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ വാർത്ത കണ്ടത്. അപ്പം വിവിധയാണ് ആദ്യമായിട്ട് കാണുന്നത്. വാർത്ത കണ്ടിട്ട് പറഞ്ഞു, നോക്കൂ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ആ ചേട്ടൻ ഫോട്ടോ TV കാണിച്ചപ്പോൾ ഫേസ്ബുക്കിലുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ കാണിച്ചപ്പോഴത്തേക്കുമാണ് ആളെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ അവളെ പറഞ്ഞത്, ചേച്ചി നോക്കി നമ്മുടെ വീട്ടിൽ നിന്ന് ആളാന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കാണ് ജോൺസൺ ഔസേപ്പെന്ന് കണ്ടപ്പം പെട്ടെന്ന് നമ്മൾ ഞെട്ടി. അയ്യോ, ഈ പുള്ളിയാണല്ലോ ഒരു മാസം ഇവിടെ നിന്ന്. പെട്ടെന്ന് നമ്മളുടെ പേര് പറഞ്ഞിരുന്ന ജോൺസൺ തന്നെയല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പേരിന് വ്യത്യാസം പറഞ്ഞു, കള്ളമൊന്നും പറഞ്ഞില്ല. അങ്ങനെ തന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നീ വരത്തൊന്നും ഇല്ലായിരിക്കും അന്ന് ആദ്യമേ കരുതി. പക്ഷേ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി വന്നു. നിങ്ങളിത് അറിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ നേരിട്ട് കയറി വന്നു? ഞങ്ങളൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അറിഞ്ഞു. പുള്ളി ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദാണ്ട് ജോൺസൺ വന്ന് എന്നെ നോക്കുന്ന പുള്ളി വന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്നും കൂടെ തറപ്പിച്ച് ചോദിച്ചാൽ ആൾ തന്നെയാണോ വന്നത്? ആണെന്ന് പറഞ്ഞു. അപ്പം അതിന് മുമ്പ് അച്ഛൻ ഈ സംഭവം അറിഞ്ഞായിരുന്നോ? ഇയാളാണ് ഈ കൊലക്കേസിലെ പ്രതി എന്നുള്ളത് അച്ഛൻ അറിഞ്ഞായിരുന്നോ? അച്ഛനോട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു. അച്ഛൻ പേടിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അടുത്ത വീട്ടിലെ അങ്കിള് കൊണ്ടുവന്ന് കാണിക്കുമായിരുന്നു, ന്യൂസ് കാണിക്കുമായിരുന്നു. അങ്ങനെ അച്ഛൻ അറിയുന്നത്. ഇയാൾ വരുന്നതിന് മുമ്പ് അച്ഛൻ അറിഞ്ഞായിരുന്നു? അത് അറിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് വാർത്ത കണ്ട് അങ്ങനെ അച്ഛൻ അറിയുന്നത്. എന്നിട്ട് പുള്ളി വന്നു, 3 മണിയായപ്പോൾ വന്നിട്ട് വല്ലതും ഉണ്ടോ കഴിക്കാൻ, ഞാൻ 2 ദിവസമായി കഴിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഫുഡ് ഇരിപ്പുണ്ടായിരുന്നു, പുള്ളിക്ക് അത് കൊടുത്തു. ചോറില്ല, അപ്പം കപ്പ ബിരിയാണി ആയിരുന്നു തന്നെ. അപ്പോൾ അത് കഴിച്ചോളാൻ പറഞ്ഞു. പുള്ളി അത് കഴിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, പൈസ ചോദിച്ചു അച്ഛനോട്. അപ്പോൾ അച്ഛൻ പറഞ്ഞില്ല, എൻ്റെ പൈസ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം മോൾ അപ്പുറത്തുണ്ട്, എന്നോട് വന്ന് ചോദിക്കാൻ പറഞ്ഞു. എൻ്റെ എനിക്ക് വന്നിട്ട് ചോദിച്ചു, 1000 രൂപയുണ്ടോ, എനിക്ക് തിരിച്ച് പോകാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല എൻ്റെ പൈസയൊന്നുമില്ല. എന്നെ പറഞ്ഞു 500 രൂപ തരാമെന്ന് ചോദിച്ചു. ഇല്ല, എൻ്റെ 500 ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ 200 രൂപയാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. ഇതിന് മുമ്പ് തന്നെ നമ്മൾ ഓൾറെഡി പോലീസിനെ അറിയിച്ചായിരുന്നു? ഇല്ല, അത് ഇപ്പം പുള്ളി ഇവിടെ വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് നിന്ന് അപ്പുറത്തെ മെമ്പറിനോട്, ഷാജി എന്നാണ് പുള്ളിയുടെ പേര്, വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ ന്യൂസ്
ശ്രദ്ധിച്ചിട്ടിരുന്നില്ല. പിന്നെ പുള്ളി കൺഫേം ആക്കിയിട്ടാണ് പോലീസ് വിവരം പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങ് നടന്ന് ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് പോവുമായിരുന്നു. അവിടെ വെച്ചാണ് പോലീസ് പിടിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞ പോലെ രാവിലെ നമ്മളെ വീട്ടിൽ നിന്ന വ്യക്തിയാണ് ഈ കൊലക്കേസിലെ പ്രതി എന്ന് തിരിച്ചറിയുന്നു. ആ ഒരു ഞെട്ടൽ മാറുന്നതിന് ഇപ്പം ഇയാൾ നേരിട്ട് വീട്ടിലോട്ട് കയറി വന്നു. അപ്പം അത് വല്ലാതൊരു മാനസികാവസ്ഥ തന്നെയായിരുന്നല്ലേ? അയ്യോ അതെ, ഒരു മാസം നമ്മുടെ വീട്ടിൽ നിന്നിട്ട് അങ്ങനെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. പെട്ടെന്ന് ഒരാളുടെ രൂപം കണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല കൊലപാതകയാണോ അങ്ങനെ ചെയ്യുമെന്നൊന്നും നമുക്ക് ആരെക്കുറിച്ചും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പേടിച്ചു പോയി. ഇയാൾ ഇവിടെ നിന്ന സമയത്ത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംശയം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ സംശയത്തൊക്കെ രീതിയിലൊന്നും തോന്നിയിട്ടില്ല. അച്ഛൻ്റെ കാര്യം നോക്കുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ട്. ബാക്കി നമ്മളും കൂടെ ചെയ്യണം, അത്രേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞൊരു പരാതി ആകപ്പാടെ പുള്ളി ഫുൾ ടൈം ഫോണിലായിരുന്നു, മറ്റ് പുള്ളിയെ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഫുൾ ടൈം ഫോണിലായിരുന്നു. അപ്പം നമ്മൾ ഭർത്താവ് ജോലിക്ക് പോകുമ്പോഴത്തേക്കോ ഭാര്യനായിരിക്കുമല്ലോ വിളിക്കുന്നത്, ആ ഒരു ധാരണയല്ല ഞാൻ ഇരുന്നത്. പൊതുവേ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. ഭാര്യയെ വിളിക്കുന്നതായിരിക്കും, അങ്ങനെയായിരുന്നു നമ്മളോടും പറഞ്ഞത്, ഭാര്യയെ വിളിക്കുവാന്ന്. ഇന്നലെയാണ് ഈ സംഭവങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. അതെ, ഇന്നലെയാണ് സംഭവങ്ങൾ തിരിച്ചറിയുന്നത്. ഓക്കെ. കോട്ടയം കുറിച്ചിയിലുള്ള കുടുംബമാണ്. കോട്ടയം കുറിച്ചിയിലെ രമ്യയാണിത്. രമ്യയുടെ പിതാവിനെ നോക്കാൻ വേണ്ടി ഏതാണ്ട് ഈ ഡിസംബർ 7-ാം തീയതി വരെ ഈ കാണുന്ന വീട്ടിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ ജോൺസൺ. ഇവിടെ ഒരു മാസക്കാലത്തോളം ഇവിടെ ഹോം നേഴ്സായി ജോലി ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് പോയതിന് ശേഷമാണ് ഈ കൊലപാതകം നടക്കുന്നത്. പിന്നീട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയാണ് ഈ വീട്ടിലേക്ക് അയാൾ കയറി വരുന്നത്. ഇയാൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് ഈ കൊലക്കേസിലെ പ്രതി എന്ന കുടുംബത്തിന് സംശയം തോന്നിയിരുന്നു. ആ സാഹചര്യത്തിൽ അയാൾ നേരിട്ട് ഇവിടേക്ക് കയറി വരുന്നു. പിന്നീട് ഈ കുടുംബം പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ചിങ്ങവനം പോലീസ് സ്ഥലത്തെത്തുകയും ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. കുറിച്ചിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.